എപ്പോഴാണോ മുദ്രകൾ കൊണ്ട് ആശയവിനിമയം ചെയ്യാൻ തുടങ്ങിയത് അന്നു മുതൽ അഭിനയവും ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ ഒരു 5 മിനിറ്റ്സ് പീസോ 2 മിനിറ്റ്സ് പീസോ ചെയ്ത് ഒരു യൂട്യൂബിലോ അല്ല ഒരു ഇൻസ്റ്റാഗ്രാമിലോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇറ്റ് ക്രിയേറ്റ്സ്. കയറുമ്പോഴേ എപ്പോഴാ അരങ്ങേറ്റം, കയറുമ്പോഴേ എപ്പോഴാ ഞാൻ സ്റ്റേജിൽ പോവാ, ഇല്ല എപ്പോഴാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റും. ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമാണ് നൃത്തം എന്ന് പറയുന്നത്. ഏറെ നൃത്തരൂപങ്ങൾ ഉൾപ്പെട്ടതാണ് നടനം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി സർ എണീച്ച് നിന്നോന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല നമുക്ക്. ഇറ്റ് വാസ് മോർ ഓഫ് ഒബ്സർവേഷൻ ദാൻ ആക്ച്വലി ലേണിംഗ്. കണ്ട് പഠിച്ചതാണ് ദാൻ ലിറ്ററലി ലേണിംഗ് ഫ്രം ഹർ. ആൻഡ് എൻ്റെ ടീച്ചർ എപ്പോഴും പറയും ഒബ്സർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സ്റ്റുഡൻറ്റിന്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കാനൊന്നുമില്ല, എവറിത്തിങ് ഈസ് അവൈലബിൾ. ദേ ക്യാൻ നമ്മൾ പഠിപ്പിച്ച രീതിയിൽ ഇപ്പോൾ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ആരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. They will leave you in no time. Online is something that is inevitable post-COVID for sure. Dance, I personally feel it is something that you learn in person. സർ നേരത്തെ പറഞ്ഞല്ലോ നട്ടുവനാറിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഒരു ഓൺലൈൻ പാഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടല്ലേ? See, we are moving very fast. അപ്പോൾ we cannot completely say no to online, but the nuances will get lost. ഇപ്പോൾ ഒരു അഭിനയം പഠിക്കുമ്പോൾ we can teach അഭിനയം, അത് തന്നെ ബുദ്ധിമുട്ടാണ് നേരിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ. ഓൺലൈനിൽ പഠിപ്പിക്കുമ്പോൾ ആ nuances will definitely get lost. And the transitions, I always feel നമ്മൾ ഒരു അഭിനയം പഠിപ്പിക്കുമ്പോൾ the transition is more important. The layers that we add on when we teach a padam, an abhinaya piece, our transition is more important. These are very, very difficult to teach online. It is difficult. But a trained dancer, കുറേ കൊല്ലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡാൻസർക്ക് it is doable, but nothing, as I said, nothing can replace in-person training when it comes to fine arts. അത് ഐ എം നോട്ട് ഫോർ ഓൺലൈൻ ടീച്ചിങ്, ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് എത്ര ദൂരം പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് ഐ ഓൾവേസ് ടെൽ ദം, ഇഫ് യു ആർ ഡൂയിങ് 6 ക്ലാസ്സസ് ഓൺലൈൻ, 2 ക്ലാസ്സസ് എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് വന്ന് പഠിക്കണം. ഇറ്റ് ഈസ് കമ്പൽസറി ആസ് ഫാർ എസ് മൈ സ്റ്റുഡൻസ് ആർ കൺസേൺഡ്. ഓർ ഇഫ് ദേ ആർ അബ്രോഡ്, whenever they come to India, they have to come and meet me, spend a decent amount of time and do offline classes. That way I'm able to balance. Otherwise it is difficult. താങ്ക് യു സർ. അശ്വതി, ധാരാളം വേദികളിൽ പങ്കെടുത്ത അനുഭവങ്ങൾ അശ്വതിക്കുണ്ടെന്നറിയാം. സ്വാഭാവികമായും നമ്മൾ ഭരതനാട്യത്തിന് ഇപ്പം നിങ്ങൾ ഭരതനാട്യം ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലും ഒരുപാട് ശൈലീഭേദങ്ങൾ ഉണ്ടല്ലോ, സ്വാഭാവികം. അതുപോലെ ആ ബാണികളെല്ലാം ഇപ്പം സ്വാഭാവികമായിട്ട് തഞ്ചാവൂർ കലാക്ഷേത്ര, വഴവൂർ ശൈലി, പന്തനല്ലൂർ ശൈലി, ഈ ശൈലികൾ ഏത് ശൈലിയാണ് പിന്തുടരുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ശൈലി വിശേഷണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ പുതിയ കാലഘട്ടത്തിൽ? എൻ്റെ അമ്മ പഠിച്ചത് വഴവൂർ ശൈലിയാണ്. ഞാൻ എൻ്റെ അടിസ്ഥാനം മുഴുവൻ പഠിച്ചത് അമ്മയുടെ അടുത്തു നിന്നാണ്. അതിന്ന് വലിയ വ്യത്യാസമില്ല. ശ്രീകാന്ത് പഠിച്ചു വന്ന പന്തനല്ലൂർ പണി. അപ്പം ഞാൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ദാറ്റ് വാസ് വൺ ഓഫ് ദി റീസൺസ്. എന്ന് വെച്ചാൽ എൻ്റെ ശൈലി ഞാൻ 10-20 വയസ്സ് വരെ പഠിച്ച് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്ന ആ ശൈലിക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി വി ഫോളോ പന്തനല്ലൂർ വിത്ത് കുറച്ച് ഭരതനൃത്യം. എന്താണെന്ന് വെച്ചാൽ ശ്രീകാന്ത് പത്മസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്ത് പഠിച്ചത് കൊണ്ട് ഭരതനൃത്യം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മളുടെ അവതരണത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ, ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ചില ചാരികൾ, ചില കരണങ്ങൾ ആപ്റ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഭംഗിയുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടത് ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ നമ്മൾ ഭരതനൃത്യവും ഉപയോഗിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി എ ബ്ലെൻഡ് ഓഫ് ബോത്ത്. പിന്നെ ടു ആൻസർ ദി അതർ ക്വസ്റ്റ്യൻ,
ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ബാണി എന്നുള്ളത് വളരെ കുറച്ച് പേരെ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളൂ. ബാണി എന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറ്റ് ഈസ് ഗിവിങ് വേ ടു എ ഗ്ലോബൽ ബാണി. അതായത് ഭരതനാട്യമാണ്, ഗ്രാമർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ അതിന് ഏത് ശൈലിയിൽ പെടുത്തണം എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ചെറുപ്പം കുട്ടികൾ ചെയ്യുമ്പോൾ അവർ കുറേ കാണുന്നുണ്ട്, എക്സ്പോഷർ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ. സോ ഒരു ഡാൻസർ ഒരു പെർട്ടിക്കുലർ അടവ് ചെയ്യുന്ന കണ്ടിട്ട് ഭംഗിയുണ്ട്, എന്നാൽ ഞാൻ ഈ അടവ് അങ്ങനെ ചെയ്യും. മറ്റേ ഡാൻസർ ആ തീരുമാന അടവ് ചെയ്യുന്നത് ഭംഗിയുണ്ട്, ഐ വിൽ ഡു ദാറ്റ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവസാനം എന്താ സംഭവിക്കുക? എല്ലാ ബാണികളുടെയും കൂടി ഒരു മിക്സാണ് ഒരു 80% നമ്മൾ കാണുന്നത്. അതായത് ആ ചിട്ടയായിട്ട് കൊണ്ട് നടക്കുന്ന ഗുരുക്കന്മാർ ഇപ്പോഴും ഉണ്ട്, അത് വളരെ കുറഞ്ഞു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പഠിച്ച് പെർഫോമൻസ് ലെവലിലേക്ക് എത്തുമ്പോൾ അവർ തന്നെ തീരുമാനിക്കുകയാണ്, എനിക്ക് കുറച്ചും കൂടി പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഇപ്പം ശൈലി എന്നൊക്കെ പറയുന്നത് ഇസ് ലൈക്ക് വൈൻ, ദ മോർ ഇറ്റ് ഏജസ് ദ മോർ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. ഇന്നിപ്പോൾ ആ പഴയ ശൈലി കാണുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു ആശ്വാസം, എന്തൊരു സിംപ്ലിസിറ്റിയാണ്. ആ സിംപ്ലിസിറ്റിക്ക് ഒരു സൗന്ദര്യമുണ്ട് അല്ലേ, ലാളിത്യത്തിനൊരു സൗന്ദര്യമുണ്ട്. അത് പഴയ പാടികളിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ടെൻഷനാവും. പരിപാടി കഴിയുമ്പോൾ നമുക്ക് യു ഫീൽ സോ, അയ്യോ ഇതെന്താ, നമുക്ക് ക്ഷീണമാവും. എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്, പക്ഷേ എത്രത്തോളം നമുക്ക് അതിനെ സങ്കീർണമാക്കാൻ പറ്റുമോ അത്രത്തോളം സങ്കീർണമാക്കുകയാണ്. അത് ബിക്കോസ് ദർ ഇസ് നോ പെർട്ടിക്കുലർ ബാണി, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു, അപ്പം അതിനെ ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ടു കോൾ ഇറ്റ്, ബട്ട് ഒരു ഗ്ലോബൽ ബാണി. അതാണ് എൻ്റെ ഒരു, ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. നേരത്തെ അശ്വതി മാം പറഞ്ഞു അതൊരു സൗന്ദര്യത്തിന് വേണ്ടി ചില ബാണികളിൽ നിന്ന് ചില ചുവടുകളും ചലനങ്ങളും, ഇപ്പോൾ ഭരതനൃത്യം പോലുള്ള പത്മ സുബ്രഹ്മണ്യം മാമിൻ്റെ ചില ശൈലി വിശേഷങ്ങളും ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതൊരു സൗന്ദര്യമല്ലേ, അതൊരു ലാവണ്യത്തിൻ്റെ ഒരു തലത്തിലേക്ക് വരില്ലേ? ഈ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായും ബാണികളിൽ ഒതുങ്ങി നിൽക്കാതെ കണ്ട് അതിൻ്റെ ഒരു മനോഹാരിത ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം ശൈലീവിശേഷങ്ങളിൽ നിന്ന് സുന്ദരമായ തലങ്ങൾ സ്പർശിക്കപ്പെടുമ്പോൾ അതൊരു സൗന്ദര്യത്തിൻ്റെ തലത്തിലേക്ക് മാറില്ലേ? ഒരു സമഗ്രമായ വീക്ഷണം അതിലുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇത് ഞങ്ങൾ ഉപയോഗിക്കാൻ കാരണം ഹീസ് ട്രെയിൻഡ് ഇൻ ഇറ്റ് ആൻഡ് ഐ എം ഓൾസോ ടു എൻ എക്സ്റ്റെൻറ്റ് ഐ ഹവ് ലേൺഡ് ഫ്രം ഹിം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് അറിയാം, ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയുന്നത് കൊണ്ട് അതെടുത്ത് പ്രയോഗിക്കുമ്പോൾ നമുക്കതിൽ ആധികാരികതയുണ്ട്. ആധികാരികതയോടുകൂടി അത് പ്രയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സൗന്ദര്യം കൂട്ടും. ഇത് ആധികാരികമല്ലാതെ പ്രയോഗിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, ബാണി ശിഥിലമായി പോകുന്നു എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും സൗന്ദര്യം കൂട്ട് തന്നെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം, ഒരു എലിഫൻറ്റ് മൂവ്മെൻറ്റ് നമ്മൾ സാധാരണ ഭരതനാട്യത്തിൽ കാണിക്കുന്നതിന് അപേക്ഷിച്ച് ഭരതനൃത്യത്തിൽ അതിന് കാരണം തന്നെയുണ്ട്. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണുന്നവർക്ക് മനസ്സിലാവും ഈ ഉദ്ദേശിക്കുന്നത് ആനയാണ്, ആനയുടെ ചെവിയുണ്ട്, തുമ്പിക്കൈയുണ്ട്, രണ്ടും ആടുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി വിസിബിൾ. അത് കാണുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് സ്ട്രൈക്ക് ചെയ്യും ഇത് കാണിക്കുന്നത് ആനയാണെന്നുള്ളത്. അപ്പം ആ ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം അഡാപ്റ്റ് ചെയ്യാൻ. അതെ, അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. കാരണം നമുക്ക് സംവേദനം ചെയ്യേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ ശാസ്ത്രീയ നൃത്തം ചെയ്യുമ്പോഴും അത് ഓഡിയൻസിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗന്ദര്യാത്മകമായ സമീപനം എനിക്ക് തോന്നുന്നു നമ്മൾ ബാലസരസ്വതി മാം, അതുപോലെ രുക്മിണി ദേവി അരുൺഠേൽ, അങ്ങനെയുള്ള പഴയ ആധികാരികമായി ഇതിനെക്കുറിച്ച് പഠിച്ച് അതിൽ ധാരാളം ഇന്നോവേഷൻസ് നടത്തിയ ആൾക്കാരായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് രുക്മിണി അരുൺഠേൽ മാം അവർ കുറച്ചുകൂടെ ശുദ്ധീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഭരതനാട്യത്തെ, അല്ലേ? അതുകൊണ്ട് ബാണിയിലായിരിക്കുമോ അത് ചെയ്തിട്ടുണ്ടാവുക?
പിന്നെ ഒന്ന് ബാലസരസ്വതി മാമാണ്. അവരാണെങ്കിൽ കുറേയും കൂടെ എല്ലാത്തിനെയും ഒരു സമഗ്രമായി വേറെ വേറെ കാണാതെ കണ്ട്, ഓരോ അടവുകളും ഓരോ സൂക്ഷ്മാഭിനയും ഓരോ സംഭവങ്ങളും വേറെ വേറെ കാണാതെ കണ്ട് സമഗ്രമായ ഒരു ഹോളിസ്റ്റിക് വിഷൻ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ സമഗ്രമായ ചിന്ത അല്ലെങ്കിൽ സമഗ്രമായ ഒരു സൗന്ദര്യം, അതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുക? അവരുടെ ഒരു വിഷൻ അങ്ങനെയാണ് പോലും. അവർ രണ്ടുപേരും 2 സ്കൂളാണ്. 2 ലെജൻസ് ആണ്. ബോത്ത് ഹാഡ് വെരി ഡിഫറെൻറ്റ് വിഷൻസ്. ഇപ്പം ഞാൻ ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഒരു പക്ഷേ ബാലസരസ്വതിയും രുക്മിണി ദേവി അരുണ്ടേലും ഒരു ദിവസം തമ്മിൽ കണ്ടുമുട്ടിയാൽ അവരെന്തായിരിക്കും സംസാരിക്കുകയാണ്. ഐ മീൻ ദീസ് ആർ ജസ്റ്റ് ഇമാജിനേഷൻസ് ദറ്റ് വി ഹാവ്. പക്ഷേ കലാക്ഷേത്രയിൽ ഐ തിങ്ക് അവർ ഭരതനാട്യം പഠിപ്പിക്കുന്നതോടൊപ്പം അവിടെ കഥകളിയും കൂടി പഠിപ്പിച്ചിരുന്നു. അപ്പോൾ കഥകളി എസ്പെഷ്യലി മെയിൽ സ്റ്റുഡൻസിന് കഥകളിയും പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഥകളിയുടെ ചില വിക്ഷേപങ്ങളും മുദ്രകളും കലാക്ഷേത്ര ഭരതനാട്യം ശൈലിയുടെ ഭാഗമായി. അങ്ങനെയാണ് ആ സ്റ്റൈൽ ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ശ്രീകാന്ത്, ക്യാൻ യു ടോക്ക് അബൌട്ട് ബാല? ആക്ച്വലി കലാക്ഷേത്ര രുക്മിണി ദേവി അരുണ്ടേൽ അവർ പഠിച്ചത് പന്തനല്ലൂർ മീനാക്ഷി സുന്ദരം പിള്ളൈ. സോ ബേസിക്കലി ഇറ്റ് ഈസ് പന്തനല്ലൂർ സ്റ്റൈൽ. ബിക്കോസ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കുറേ പേർ കഥകളി ട്രെയിൻഡ് മെയിൽ ഡാൻസേഴ്സ് അവിടെ പോയി പഠിക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ ഇൻഫ്ലുവൻസും ഈ ആസ് സച്ച് പന്തനല്ലൂർ സ്റ്റൈൽ ഇസ് നോൺ ഫോർ ഇറ്റ്സ് അടവേഴ്സ്, ക്ലീൻ അടവേഴ്സ് ആൻഡ് വെരി സിമെട്രിക്കൽ, ഭയങ്കര സ്ട്രോങ് ആണ് നൃത്താല്. അതും ഈ കഥകളിയുടെ ഒരു സ്ട്രെങ്ത്തും കൂടിയപ്പോൾ ഇറ്റ് ബിക്കെയിം എ സ്റ്റൈൽ ഓഫ് ഇറ്റ്സ് ഓൺ. അങ്ങനെയാണ് കലാക്ഷേത്രാന് ഒരു സ്റ്റൈൽ വന്നത്. ദ ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് ഐ ഫീൽ, ബാലാമ്മ സ്റ്റൈൽ വാസ് വെരി ഡിഫറെൻറ്റ് അവരുടെ കാലഘട്ടത്ത്. And in that scenario, music and dance was in complete unison because Balamma herself was a great singer. And avarku paadikondirundha avarude aa troupe nokkumbo everybody was like of very high order, part the accompanying artist. So at that level, and avaru cheydadu like, you know, it was അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ ഭംഗി കൊണ്ടുവരാൻ, ദാറ്റ് ഈസ് പാട്ടിൻ്റെ ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് ഡാൻസ് അവർ ചെയ്യും. ഇവരുടെ ഭംഗി നോക്കിയിട്ട് അവർ പാടും. അങ്ങനെയായിരുന്നു. ബട്ട് രുക്മിണി ദേവി അമ്മ നോട്ട് ഓൺലി ബ്രോട്ട് റിനൈസൻസ് ഇൻ ഡാൻസ്, മൊത്തം ഒരു റിബലിന് കൂടി നമുക്ക് പറയാം. ബിക്കോസ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഏർലി 1930s or 20s ഉണ്ടായിരുന്ന ആ ഒരു ടാബു മാറ്റിയെടുത്തത് രുക്മിണി ദേവി അരുണ്ടയിലാണ്. Only after her time, everybody started to learn Bharatanatyam, everybody started to teach Bharatanatyam. ഞാൻ പറഞ്ഞ പോലെ I'm talking about my early years, like ഞാൻ പറയുന്നത് 1980s. I have not heard any other community people like, I mean, ഉണ്ടാവായിരിക്കും മേ ബി ഒരു 4-5 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും പഠിപ്പിച്ചതായിരിക്കും ഡാൻസ്. ബട്ട് പ്രൈമറിലി ഈ നട്ടുവനാർ കമ്മ്യൂണിറ്റി ആർട്ടിസ്റ്റ് മാത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിലിരുന്ന് ഇത്ര ദൂരം മാറി വന്നത് ഇസ് ലൈക്ക് ഫുൾ ക്രെഡിറ്റ് ടു രുക്മിണി ദേവി അരുണ്ടേൽ. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലൈക്ക് ടു ഡിഫറെൻറ്റ് ഇതാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആഡ് വൺ മോർ point to what Ashwati was saying, whatever question you were asking. It's become like, as she said, it's one Barney now. It's good dance or bad dance. അത്രയും നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ കാണുമ്പോൾ. ഇപ്പം നമുക്കത് ഇത് ഈ ശൈലിയാണെന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു സേ വൺ തിങ്, എവ്രി ബോഡി ഈസ് ഡിഫറെൻറ്റ്. ഈച്ച് വൺ ഓഫ് us ഡാൻസ് പഠിക്കാൻ വരുന്ന ഓരോരുത്തരുടെ ബോഡി ലൈക്ക് ഫിസിക്കലി ഐ എം സേയിങ് ഇസ് വെരി ഡിഫറെൻറ്റ്. ചിലർ ടോൾ ആയിരിക്കും, ലീൻ ആയിരിക്കും, ഷോർട്ട് ആയിരിക്കും, ഫാറ്റ് ആയിരിക്കും, എത്രയോ ഉണ്ട്. സോ യു ക്യാൻ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ്. ദാറ്റ് ഈസ് നോട്ട്, ഐ എം നോട്ട് സേയിങ് ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. ഒരുത്തർ ഒന്ന് കളിക്കുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ദാറ്റ് ഈസ് ഓക്കെ. യു അഡാപ്റ്റ് ഇറ്റ്, ബട്ട് മേക്ക് ഷുവർ ഇറ്റ് സൂട്ട്സ് യു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ മൈക്കേൽ ജാക്സൺ ഏതോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഔട്ട്ഫിറ്റ് ഇട്ടുകൊണ്ട് അവർ ഒരു പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നു വിചാരിച്ച് ഞാനത് ഇട്ടാൽ എനിക്കത് സൂട്ടാവുന്നുണ്ടോ എന്ന് ആദ്യം ഞാൻ നോക്കണം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്? ബിക്കോസ് ഇറ്റ് ഈസ് യു
who's being projected outside on stage. Avasanam, end of the day, when you're on stage, what you're inside is what is reflecting on stage. അപ്പോൾ നമ്മൾ അല്ലാത്ത ഒന്ന് നമ്മളുടേതായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചാൽ അത് ഇറ്റ് വിൽ നോട്ട്, there is no conviction, it is not, how do I say, it is not yourself. അപ്പോൾ it doesn't look good. Same thing with dance, with regard to dressing. ഞാൻ പറഞ്ഞ പോലെ ഡാൻസിലും അതേ ആണ്. ലൈക്ക് യു ക്യാൻ അഡാപ്റ്റ്, യു ക്യാൻ ഗെറ്റ് ഇൻഫ്ലുവൻസ്, ബട്ട് യു ഹാവ് ടു മേക്ക് ഇറ്റ് യുവർ ഓൺ ടു സ്റ്റാർട്ട് വിത്ത്. നിങ്ങളുടേതായ if you want to make it your, I really cannot speak Malayalam, I think. If you want to make it your own, അത് എന്താണ് പഠിക്കണം. ഒരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടത്, you want to just copy and do it, it will not become you unless you learn it properly from somebody. So don't just ape things. You want to do something, you want to use it in your work, that is fine, but make it your own by learning the movement properly and then use it in your body. അത് നമുക്ക് സൂട്ട് ആവുന്നുണ്ടോ, എങ്ങനെ ചെയ്താൽ ആ പർട്ടിക്കുലർ മൂവ്മെൻറ്റ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് സൂട്ട് ആവില്ല ബിക്കോസ് ഓഫ് അവർ ഹൈറ്റ് ഓർ വെയ്റ്റ് വാട്ട് എവർ. സോ അത് അഡാപ്റ്റ് ചെയ്ത് പിന്നെ ചെയ്യുന്നതാണ് ഐ തിങ്ക് ലൈക്ക് ഇൻ്റലിജൻറ്റ് ഡാൻസിങ്. സാറ് പറഞ്ഞ ഒരു കാര്യത്തിനോട്, അശ്വതി പറയുന്ന കാര്യത്തിനോടും കൂടെ കൂട്ടി വെച്ച് പറയാണ്. ഇങ്ങനെ വരുമ്പോൾ സാറ് പറഞ്ഞല്ലോ, നമ്മുടെ ഓരോ ഡാൻസേഴ്സിൻ്റെയും ബോഡി സ്ട്രക്ചർ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം അത് മാത്രമേ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ അവനവൻ്റെ സൗന്ദര്യത്തിനും അവനവൻ്റെ മാനസികാവസ്ഥയ്ക്കും ആ കഥാപാത്രത്തിനും അനുയോജ്യമായ ഒന്ന് നമ്മൾ പ്രകടിപ്പിക്കും. അങ്ങനെ പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും നൃത്തത്തിൻ്റെ വ്യാകരണത്തെ ഒന്ന് പൊളിച്ചെഴുതേണ്ടി വരില്ലേ? സ്വാഭാവികമായിട്ടും നൃത്തത്തിന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന അടവുകൾ, ഇന്ന ചിട്ടകൾ, ഇന്ന രീതികൾ, ഇങ്ങനെയാ അഭിനയിക്കാൻ പാടുള്ളൂ എന്നുള്ള കുറേ നിബന്ധനകളുണ്ടല്ലോ. നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ശാസ്ത്രീയ നൃത്തങ്ങൾക്കും ഒരു നിയമം നമുക്കതിനുണ്ട്. അതിൻ്റെ ഒരു പൊളിച്ചെഴുത്ത് ചിലപ്പോഴൊക്കെ വേണ്ടി വരില്ലേ? ആ ഒരു വ്യാകരണത്തെ പൊളിച്ചെഴുതേണ്ടി വരില്ലേ? ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, മഹാന എഴുത്തുകാരൻ ബഷീർ, അവർക്ക് എനിക്ക് തോന്നുന്നു വ്യാകരണം അറിഞ്ഞതുകൊണ്ടാണ് അവർ വ്യാകരണത്തെ മാറ്റിവെച്ചത്. അങ്ങനെ ഒരു വ്യാകരണത്തിൽ നിന്ന് ചിലപ്പോഴെങ്കിലും ഒന്ന് മാറി നിൽക്കേണ്ടതായി വരില്ലേ? മാറ്റം മാത്രമേ നിരന്തരമായിട്ടുള്ളൂ. ചേഞ്ച് ഇസ് ദി ഓൺലി കോൺസ്റ്റൻറ്റ്. അപ്പോൾ കലയായാലും ശരി മാറ്റങ്ങൾക്ക് വിധേയമാണ്. പക്ഷെ ട്രഡീഷൻ ഒരിക്കലും നമ്മൾക്കൊരു ഈ മാറ്റത്തിന് ഒരിക്കലും ഒരു ലിമിറ്റിംഗ് ഫാക്ടറല്ല. ഞാൻ അതിനെ എപ്പോഴും ട്രഡീഷനെ ഞാൻ കാണുന്നത് ഒരു സ്ട്രെങ്തനിങ് ഫാക്ടറായിട്ടാണ്. ഈ ട്രഡീഷൻ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് അത് നമുക്ക് ബലം തരുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ തീംസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, പുതിയ സാങ്കേതിക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ ഈ ട്രഡീഷൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് അതിനുള്ള ധൈര്യം തരുന്നത്. അപ്പോൾ ട്രഡീഷനെ ലിമിറ്റിംഗ് ആയിട്ട് നമ്മൾ കാണണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഈ പൊളിച്ചെഴുത്തുകൾ ആവശ്യമായി വരാറുണ്ട്. അത് ഒരു പക്ഷേ ആഹാര്യത്തിലാവാം, കോസ്റ്റ്യൂമിലാവാം. ഒരു പ്രത്യേകമായ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള വേഷവിധാനങ്ങൾ നമ്മൾ ചിലപ്പം ട്രഡീഷനിൽ നിന്ന് മാറി ചിന്തിക്കാം. അതുപോലെ ചിലപ്പോൾ പ്രസൻറ്റേഷൻ, ഈ പറഞ്ഞ പോലെ എല്ലാം പുതുമയാണ് എല്ലാവർക്കും വേണ്ടത്. പുതുമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷനായിരിക്കും, നമ്മൾ തിയാട്രിക്കലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വളരെ നാടകീയമായിട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടാവാം. അപ്പം നമ്മളത് ഉപയോഗിക്കും. പക്ഷേ നമുക്ക് ട്രഡീഷൻ ഇസ് നെവർ ലിമിറ്റിംഗ്, ഇറ്റ് ഓൺലി സ്ട്രെങ്തൻസ് യു. A few years, like കുറച്ച് decades മുന്നേ ഇറ്റ് വാസ് ഓൺലി ലൈക്ക് ബേസ്ഡ് ഓൺ എപ്പിക്സ് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില തീംസ് സംടൈംസ് വെൻ വി ആർ ആസ്ക്ഡ് ടു ഡു സർട്ടൻ തീംസ്, അപ്പോൾ അതൊക്കെ നമ്മൾ ഇഫ് വി ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് ഇഫക്റ്റീവ്ലി വി ആർ ഫോഴ്സ്ഡ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. അതും ആവുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ നെസസിറ്റി. ലൈക്ക് ഫോർ എക്സാമ്പിൾ, I think like 10-12 years ago,
I was asked to do a 17 minutes piece based on AIDS. അപ്പോൾ എയ്ഡ്സിന് ഒരു സബ്ജക്റ്റ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ചില മുദ്രകളും ചില വി ഹാവ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ബിക്കോസ് നമുക്ക് ഉണ്ടാവില്ല അത്. അല്ല നമ്മൾ ആ ഗ്രാമറിന് ഉള്ളിൽ ഇരുന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ആവില്ല. നമ്മൾ ചെയ്യുന്നതേ കമ്മ്യൂണിക്കേഷനാണ്. അത് അവിടെ എത്തിപ്പെടണം. അത് if it has to reach the audience, we have to think out of the box. So we sometimes themes or sometimes ingane chala challenges varumbo we are forced to think out of the box. തീർച്ചയായും അതിന് നാട്യശാസ്ത്രം തന്നെ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. നാട്യമേധാ അല്ലേ ഭവിഷ്യതി, അത് കാലഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു പ്രവണതകൾ കാലാനുകൂലം നട്ടുവന്മാർ അതിന് മാറ്റം വരുത്തിക്കൊള്ളണം, ബുദ്ധിവിചക്ഷണന്മാർ അതിന് മാറ്റം വരുത്തിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം മുദ്രകൾ നമുക്ക് നാട്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു സംശയവുമില്ല. അത് വേണം താനും. കാലത്തിനനുസരിച്ച് മാറുമ്പോൾ ലോകാനുകരണം നാട്യം എന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും നാട്യത്തിൽ കൊണ്ടുവരേണ്ടതായുണ്ട്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ഓഡിയൻസ്. കേരളത്തിലുള്ള ഓഡിയൻസ് അല്ല തമിഴ്നാട്ടിൽ. ഇങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ദേ ഗിവ് യു സോ മച്ച് ഫീഡ്ബാക്ക്. അത് വെച്ച് നമ്മൾക്ക് വി ആർ ഏബിൾ ടു ഇംപ്രൂവ്. നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കയ്യടി അതൊരു വേറെ ഊർജമാണ്, അതൊരു സ്നേഹം കൂടിയാണ്. ഇവിടെ ഇന്ത്യയിൽ ഐ ഫീൽ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ആ രാമായണം എനിക്കറിയാം, മഹാഭാരതം എനിക്കറിയാം, ചിലപ്പതികാരം എല്ലാം നമുക്കറിയാം. അതാണ് പ്രശ്നം. They'll show their respect by maintaining total silence and avasanam or applause varum. That will last for 2 minutes, 3 minutes, 4 minutes, 5 minutes. It can go depending on the quality of the performance. ഇപ്പോൾ കീചകവധം കാണാൻ വരുമ്പം എല്ലാവർക്കും അറിയാം അത് കീചകനെ കൊല്ലുന്നത് ഭീമൻ തന്നെയാണെന്ന്. പഴയ കാലത്ത് ക്ലാസിക്കൽ കലകളെല്ലാം ഒരു നിശ്ചിത ഓഡിയൻസിന് മുമ്പിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ഒരു വട്ടം കൂടി നിന്ന ഓഡിയൻസ് എന്ന് പറയാം. സംഗീതത്തിൻ്റെ കാഴ്ചയാണ് നൃത്തം. സംഗീതം ആസ്വദിക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ ഡാൻസിന് മേന്മ കൂടും. അപ്പം നൃത്തം പഠിക്കുകയാണെങ്കിൽ സംഗീതം പഠിച്ചാൽ വളരെ നല്ലത്.